ഈ പുസ്തകങ്ങളൊക്കെ ആത്യന്തികമായിട്ട് എന്താ പഠിപ്പിക്കുന്നത്? വെറുതെ സ്നേഹിക്കാനാ. ലോകത്തെ സമഭാവനയോട് കാണാൻ വേണ്ടിയാണ്. അനവധിയായ പാപങ്ങൾ ഇല്ല. അല്ലെങ്കിൽ എല്ലാ പാപങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഒറ്റ സ്വഭാവമേ ഉള്ളൂ. എന്താണത്? വയലേഷൻ ഓഫ് ലവ്. ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ആ ഒരു ആന്തരിക ഗൃഹവും നിങ്ങൾ അകത്തുനിന്ന് തഴുതിട്ടുണ്ടാവും. അത്തരം അശാന്തികളുടെ ഇടയിലേക്ക് വാതിൽ തുറക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ട് പറയുന്നു ഷാലോ, സമാധാനം. ഗുരുയാണത്തിലേക്ക് സ്നേഹവന്ദനം. ക്ലാസ് മുറികളെക്കുറിച്ചുള്ള സുവിശേഷ പശ്ചാത്തലത്തിലെ ഒരു വീണ്ടും വിചാരമായിരുന്നു കഴിഞ്ഞ വാരത്തിൽ. ഒരു ഗർഭപാത്രമൊക്കെ ആയിട്ട് ഈ ക്ലാസ് മുറികളെ കാണുന്നൊരു രീതി എന്നും ഉണ്ടായിരുന്നു. അധ്യാപനത്തെ മിഡ്വൈഫർ എന്ന് സങ്കല്പിച്ചിട്ടാണ് അത്തരമൊരു രൂപകമുണ്ടാവുന്നത്. ഒരു വയറ്റാട്ടിയുടെ ധർമ്മം. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തൊഴിലായിട്ടാണ് നമ്മൾ മിഡ്വൈഫറെ കരുതുക. സോക്രട്ടീസൊക്കെയാണ് അതിനെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. തൻ്റെ ധർമ്മം ഒരു മിഡ്വൈഫിൻ്റെ മാത്രമാണെന്ന് അയാൾ വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാന ഇൻ്റലിജൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുണ്ട്. ആകപ്പാട് ചെയ്യേണ്ട കാര്യം അവരുടെ പിറവിക്ക് സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. ചെറിയ റോളാണ്, എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ധർമ്മം വേറെയില്ല. ക്ലാസ് മുറി ഏകദേശം ഒരു ഗർഭകാലത്തിൻ്റെ തന്നെ ഒരു കാലം അതിനകത്തൊരു കുട്ടി ചെലവഴിക്കുന്നുണ്ട്. ഒരു 10 മാസക്കാലം ചെറിയ കാലമല്ല. വിശേഷിച്ചും കുഞ്ഞുങ്ങളുടെ സമീപനവും ബുദ്ധിയുമൊക്കെ മോൾഡ് ചെയ്യപ്പെടുന്നൊരു കാലം. മോശം ബാല്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പേരൻസിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു കുട്ടി അത്രയും സമയമോ അതിനേക്കാൾ കൂടുതൽ സമയമോ തൻ്റെ വിദ്യാലയത്തിൽ ചെലവഴിക്കുന്നുണ്ട്. അടുത്തിടെ ഒരു ചിത്രം വളരെയേറെ മനുഷ്യനെ തൊട്ടു. ഇത് മൈക്കിൾ ജാക്സന്റെ ഒരു ബാല്യമൊക്കെ കേന്ദ്ര വിഷയമാക്കി എടുത്തിട്ടുള്ള മൈക്കിൾ എന്ന് പറഞ്ഞ ചിത്രമാണ്. ഒരു ഭംഗിയുള്ള ബാല്യം അയാൾക്കില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പറയുന്ന കണക്ക് ഈ ഭംഗിയില്ലാത്തൊരു ബാല്യത്തിന് ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് അപ്പം കൊടുക്കേണ്ടതായിട്ട് വരും. ആ ചിത്രം പറയാൻ ശ്രമിക്കുന്നത് മോശപ്പെട്ട ബാല്യം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ നിരർത്ഥതയാണ്. വാസ്തവത്തിലൊരു കുട്ടിക്ക് മോശപ്പെട്ട ബാല്യം ഉണ്ടാകുന്നെങ്കിൽ ആ കുട്ടിക്ക് ബാല്യമേ ഇല്ലെന്നുള്ളതാണ്. ബാല്യമില്ലാത്ത കുഞ്ഞുങ്ങളാണ് കൂടുതൽ. നല്ല ബാല്യമല്ലെങ്കിൽ ബാല്യമില്ലെന്ന് തന്നെ അർത്ഥം. അപ്പം അതിന് പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പേരൻസാണ്. അത്രയും തന്നെ അളവിൽ ഇങ്ങനെ ഒരു ഇൻട്രോസ്പെക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അധ്യാപകനും ഒരുപക്ഷെ തലകുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരുന്നു. ഒരു നല്ലൊരു കാലം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യുന്നുള്ളൊരു കുഞ്ഞു വിചാരത്തിലാണ് നമ്മൾ കഴിഞ്ഞ വാരത്തിലെ ചിന്ത അവസാനിപ്പിച്ചത്. അതിനകത്ത് നമ്മുടെ അടുത്തൊരു സൂചന, ഒരു കോഡ്, യേശു പറയുന്നൊരു കോഡ് ലാംഗ്വേജ് എന്തായിരുന്നു? നീ തെരുവിൽ ചെല്ലുമ്പോൾ വെള്ളം കോരി വരുന്ന, ജലകുംഭവുമായിട്ട് വരുന്ന ഒരാളെ കാണും. അയാൾ നിങ്ങളെ അലങ്കരിച്ച വിശാലമായ അപ്പർ റൂമിലേക്ക്, മാളികമോൾ എന്ന് പറയുന്നൊരു വാക്കിനകത്ത് ഇത്തിരി ഒരു ആഡംബരത്തിൻ്റെ ധ്വനിയുള്ളത് കൊണ്ട് വളരെ ബോധപൂർവം ആ വാക്കിനെ അപ്പർ റൂം തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഈ അപ്പർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള പ്രധാനം അത് വല്ലാത്തൊരു സൂചനയാണ്. ഒരു വീട് പണിയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ട അതിൻ്റെ അപ്പർ റൂം ഉണ്ടെന്നുള്ള. മനുഷ്യനൊന്ന് കണ്ണുപൂട്ടിയിരിക്കാനായിട്ട്, ഒരു പക്ഷേ ഇത്തിരി മാറിയിരിക്കാനായിട്ട്, സങ്കടപ്പെടാനായിട്ട്, ഒരു പുസ്തകമായിട്ടിരുന്ന് വായിക്കാനായിട്ട്, ഒരു സംഗീതോപകരണം പഠിക്കാനായിട്ട് ഒരിടം. ഇവിടെയൊക്കെ വീടുകൾ വളരെ ചെറുതായിരുന്നു. 2 മുറികളൊക്കെ ഉള്ള പഴയ ഒരു വീടുകളിലേക്ക് ഒരു കാലത്തല്ല ഞങ്ങൾ ജനിച്ചു വളർന്നത്. അപ്പോൾ ആ കാലത്ത് പോലും ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു മേശ ഉണ്ടായിരുന്നു. ആ മേശയുടെ ഒരു വശത്തായിട്ട് സാമാന്യം നല്ല ബുക്കുകളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. കുറേ ട്രാൻസ്ലേഷൻസ് ഒക്കെ ആ കാലത്ത് മലയാളത്തിൽ ലഭിക്കുമായിരുന്നു. ലിയോ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനം തുടങ്ങിയ തിക്ക് വോളിയം ഉണ്ടായിരുന്നു.
താരാശങ്കർ ബാനർജിയുടെ പുസ്തകങ്ങൾ ഒക്കെ ഹെവി ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ കുട്ടിക്കാലത്ത് അതിങ്ങനെ എടുത്തുയർത്താൻ പോലും പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പുസ്തകമൊക്കെ ഈ നിലത്തിട്ടിട്ട് നമ്മൾ പ്രത്യേക രീതിയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഈ പുസ്തകം വായിക്കാനായിട്ട് നോക്കുന്നത്. ഇത് മുഴുവൻ വായിച്ചു തീർത്തില്ല എന്നുള്ളതല്ല. 5 പേരിൽ എല്ലാവരും ഈ പുസ്തകത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊരു കൾച്ചറൽ സ്പേസാണ്. സന്ധ്യയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന സംഭാഷണങ്ങളാണ്. ഇതെപ്പോഴും എന്തെങ്കിലും ഒരു കുലീനമായ കാരണത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ആരുടെയെങ്കിലും ഒരു കുറ്റം പറയാനോ ആരെങ്കിലും അപഹസിക്കാനായിട്ടോ അത്താഴം നേരം നമ്മുടെ ഓർമ്മയിൽ ഒരിക്കൽ പോലും ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ആ ഒരു ചെറിയ വീടിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് ആ ഒരു മേശയും ആ മേശയുടെ കൂടെ ഇരുന്ന് ഉണ്ടായ സായന്തനങ്ങളും നമ്മൾ കഴിച്ച ഏറ്റവും ലളിതമായ ദരിദ്രമായ ഭക്ഷണമൊക്കെ ആയിരുന്നു. എന്തിനകത്തും ഒരപ്പറും ആവശ്യമുണ്ട്. ഒരു റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇടം, ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കാനായിട്ടുള്ള ഇടം, ഫിലോസഫിക്കലായിട്ട് ജീവിതത്തെ കാണാനുള്ള ഇടം, പുതിയ ശീലങ്ങളെയും അഭിരുചികളെയും പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടാനായിട്ടുള്ള ഇടം. കുഞ്ഞുങ്ങളിൽ ഈ പുസ്തകശീലമൊക്കെ കുറെ കൂടി ആഴപ്പെടുത്താനായിട്ട് ഓരോ ഇടങ്ങളിലും ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ ലൈബ്രറികളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കും 1-2 ഇടത്ത് അതിൻ്റെ ഒരു പങ്കുചേരാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ പറയുന്നത് എന്താണ്? ഒക്കെ പറയുന്ന അപ്പർ റൂമിനെ കുറിച്ചാണ്. നമുക്ക് ആ സുവിശേഷത്തിലെ ആ അപ്പർ റൂമിനെ കുറിച്ച് തന്നെ ഒന്ന് സൂചിപ്പിച്ച് നമ്മുടെ ചില വിചാരങ്ങൾ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കാമെന്നാ കരുതുക. ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഗർഭപാത്രമായിട്ടാണ് ഈ അപ്പർ റൂമിനെ കരുതുക. കാലത്തെ ആ യഹൂദ ഭവനങ്ങളുടെ ഘടനയിൽ അങ്ങനെ ഒരു ഇടമുണ്ടായിരുന്നു. അതിഥികളെ സ്വീകരിക്കാനും സമാധാനത്തിലിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു തട്ടുംപുറം. ആ തട്ടുംപുറം എന്ന് പറഞ്ഞൊരു വാക്കായിരിക്കും കുറച്ചുകൂടി നമുക്ക് പരിചിതവും കുറച്ചുകൂടി നമ്മൾ ഉപയോഗിക്കുന്നൊരു ഭാഷയ്ക്ക് നല്ലതും. അപ്പം ആ ഒരു തട്ടുംപുറം വാസ്തവത്തിൽ യേശുവിൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളുടെ ക്ലാസ് മുറിയായിരുന്നു. ഒരു പെസഹ വ്യാഴാഴ്ച തൊട്ട് പെന്തക്കോസ്ത വരെയുള്ള അവരുടെ ഒരു പീരീഡ്, ഒരു കാലം അവർ ചെലവഴിക്കുന്നത് ഈ തട്ടുംപുറത്താണ്. ആ പെസഹ തന്നെ എടുക്കുക, ഒക്കെ ലെസൺസാണ്. നമ്മൾ മോണ്ടിത്തോസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പലപ്പോഴും നമ്മൾ അത്രയും അത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെയാണ് ഈ മോണ്ടിത്തോസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. മാൻഡേറ്ററി അല്ലെങ്കിൽ മാൻഡേറ്റ് എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദം, ഈ കൽപ്പന എന്ന് പറയുന്ന ലത്തീൻ പദം, അതിനകത്തു നിന്നാണ് ഈ മോണ്ടി തേഴ്സ്റ്റ വരുന്നത്. ഈ കൽപ്പന കിട്ടിയ ഒരു തേഴ്സ്റ്റയാണ്. അത് അതിൽ തന്നെ ഇടക്കിടക്ക് ഓർത്താൻ നല്ലതാണ്. നമുക്ക് ആ കിട്ടിയ കൽപ്പന എന്താണ്? അത് വളരെ ലെങ്തിയായ ഒരു ഡിസ്കോഴ്സ് നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങളെടുത്ത് വായിച്ചാൽ നല്ലതായിരിക്കും. ചിലപ്പോഴൊക്കെ ആത്മാവിനും സ്നേഹത്തിനുമൊക്കെ പൊടിപുരളെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന ഒരു തീർത്ഥമാണ് ആ ലെങ്തി ആയിട്ടുള്ള ആ യേശുവിൻ്റെ ഒരു പ്രഭാഷണം, ഡിസ്കോഴ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന തരുന്നു, സ്നേഹം. ഒത്തിരി കൽപ്പനകളൊക്കെ നൽകപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാമായിരുന്നു, ചില കാര്യങ്ങൾക്കകത്ത് സമവായം സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒറ്റ കൽപ്പനയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കപ്പെട്ട വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് അതിന് മോണ്ടി തേഴ്സ്റ്റ് എന്ന് പേര് വരുന്നത്. ജസ്റ്റ് ലവ്. നമുക്കതൊരു പക്ഷേ അത്രയും ചലഞ്ചിങ് ആയിട്ടോ അത്രയും പ്രധാനപ്പെട്ടതായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടത്തില്ല. പക്ഷെ അവൻ്റെ കേൾവിക്കാരെ അതിങ്ങനെ വല്ലാതെ അമ്പരപ്പിക്കുകയാണ്, നടുക്കുകയാണ്. കാരണം അവർ ജീവിക്കുന്ന സമ്പ്രദായത്തിന് ഇങ്ങനെ 10 കൽപ്പനകളുണ്ട്. ആ 10 കൽപ്പനകൾക്ക് ഉപകൽപ്പനകളുണ്ട്. ഈ ഉപകൽപ്പനകളുടെ ആ പ്രായോഗിക ജീവിതം എന്ന നിലയിൽ ഇങ്ങനെ ഒരു പുസ്തകം തന്നെ ഉണ്ട്, ഡ്യൂട്രോണമി, നിയമാവർത്തനം എന്ന് പറഞ്ഞൊരു പുസ്തകം. പഠിച്ച് ഈ ബൈബിളിൽ നിന്ന് ആ പുസ്തകം ഇങ്ങനെ യേശു പതുക്കെ ഇങ്ങനെ കീറി മാറ്റുകയാണ്. ഒറ്റക്കൽപ്പന. ആ ഒറ്റക്കൽപ്പനയിലോട്ട് നിങ്ങളെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്ന എല്ലാ ഇടങ്ങളും വാസ്തവത്തിൽ അപ്പുറം തന്നെ. ഇപ്പം എൻ്റെയൊക്കെ ഒരു ചെറിയ കാലത്തെ ഏറ്റവും ഭംഗിയാക്കിയത് നടുമ്പത്തെ 2 വായനശാലകളാണ്. തെക്കും വടക്കുമായിട്ട് 2 വായനശാലകളുണ്ട്. അവരനുവദിക്കുന്ന അത്രയും പുസ്തകങ്ങൾ ചെറിയ പ്രായത്തിൽ കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള തിരിവുകളുണ്ട്. കുറച്ച് നമുക്ക് വായനയിലൊരു ഓട്ടം കിട്ടുമെന്ന് മനസ്സിലാക്കുമ്പോൾ, ടക്ഷോട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ മുതിർന്നവരെ പുസ്തകം എടുക്കാൻ അനുവദിച്ചു. സത്യം പറഞ്ഞാൽ ഈ ബാലസാഹിത്യം എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയില്ല. എല്ലാ സാഹിത്യവും എല്ലാവർക്കും വേണ്ടിയെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് വാസ്തവത്തിൽ
ഞങ്ങളുടെ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ അപ്പറുമാണ്. ഈ പുസ്തകങ്ങളൊക്കെ ആത്യന്തികമായിട്ട് എന്താ പഠിപ്പിക്കുന്നത്? വെറുതെ സ്നേഹിക്കാനാ, ലോകത്തെ സമഭാവനയോട് കാണാൻ വേണ്ടിയാണ്. ഇപ്പം എൻ്റെ ജ്യേഷ്ഠനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു വിചാരം കേശവദേവിൻ്റെ ഒരു പുസ്തകത്തിനകത്തു നിന്നാണ്. ഒരു ക്ലാസ് മുറി, ആ ക്ലാസ് മുറിയിൽ അധ്യാപകൻ ഇങ്ങനെ രണ്ട് തരത്തിലാണ് കുട്ടികളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരേ തെറ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നു എന്തോ ഒരു കിളിക്കുഞ്ഞിനെ എന്തോ ക്ലാസ്സിൽ കൊണ്ടുവന്നൊരു സംഭവം. അതിങ്ങനെ ആര് കൊണ്ടുവന്നുള്ള ഒരു അന്വേഷണമോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേർഷൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോരുത്തർ അടിച്ചു വരുമ്പോൾ ആ ദേശത്തെ ധനികനായൊരു മനുഷ്യൻ്റെ കുട്ടി കൂടി ഉണ്ട്. അയാളെ അടിക്കാതെ നീ എവിടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിൽ പക്ഷാഭേദം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് പോകുന്നൊരു കുട്ടിയുണ്ട്. ജ്യേഷ്ഠൻ പറയുന്നു, ജ്യേഷ്ഠൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സമഭാവന എന്ന് പറഞ്ഞൊരു വികാരം, ഈ ചെറിയ മനുഷ്യർക്ക് നേരെ നിൽക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ കൊടുത്തൊരു ഭാഗം അത്. പിന്നീട് അധ്യാപകനാവുകയും അതിൻ്റെ തന്നെ പലവിധ ഉത്തരവാദിത്തങ്ങളിലായിരിക്കുമ്പോഴും അയാൾ ശ്രദ്ധിച്ചത് ഈ സമഭാവനയോട് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയാണ്. ഈ പുസ്തകങ്ങളോളം ലോകത്തെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ള, ലോകത്തോട് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ജാലകം വേറെയില്ല, ഒരു മീഡിയം വേറെയില്ല. അപ്പറുമാണ്. അപ്പറുമിൽ നിന്ന് അയാൾ ഒറ്റ കാര്യത്തിലേക്ക് കാര്യങ്ങളെ ചുരുക്കുകയാണ്. ഒരേ ഒരു കൽപ്പന, സ്നേഹം. സ്വാഭാവികമായിട്ട് ഒറ്റ പാപമേ ഉള്ളെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അനവധിയായ പാപങ്ങൾ ഇല്ല, അല്ലെങ്കിൽ എല്ലാ പാപങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഒറ്റ സ്വഭാവമേ ഉള്ളൂ. എന്താണത്? വയലേഷൻ ഓഫ് ലവ്. യേശു പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് മിസ്സിങ് ദ ടാർഗറ്റ് എന്ന അർത്ഥം വരുന്നൊരു വാക്കാണെന്ന് നമ്മൾ മുൻകാല ചില സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ടാർഗറ്റ് എന്ന് പറയുന്നത്? വി ആർ ഹിയർ ടു ലവ്. ആ ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ തെന്നിക്കുന്ന, ആ ഏകാഗ്രതയിൽ നിങ്ങൾ അടർത്തി മാറ്റുന്ന, ആ ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ ലക്ഷ്യം തെറ്റിക്കുന്ന എല്ലാം പാപം. ദാറ്റ്സ് എ വയലേഷൻ ഓഫ് സിൻ. സ്വാഭാവികമായിട്ട് മനുഷ്യന് റിപ്പൻറ്റൻസ് ഉണ്ട്. മനുഷ്യർ തിരിച്ചു വന്നേ പറ്റൂ. എന്താണ് ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്? എന്താണ് ഈ അനുതാപം എന്ന് പറയുന്നത്? അസീസിലെ ഫ്രാൻസിസിൻ്റെ വർഷമാണ്. ഫ്രാൻസിസ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയപ്പോൾ ആ സമൂഹത്തിന് ഇട്ട പേര് പെൻറ്റൻസ് ഫ്രം അസീസ് എന്നാണ്. ഇവരൊരു തെറ്റും ചെയ്തിട്ടല്ല, പക്ഷെ ലോകത്തിൻ്റെ സ്നേഹഭാവന ചുരുങ്ങുകയും യുദ്ധങ്ങൾ തുടർക്കഥകളായി മാറുകയും തർക്കങ്ങൾ സ്വന്തം വീടിൻ്റെ അതിരോളം എത്തുകയും ഒക്കെ ചെയ്ത കാലത്ത് ഒരു സമൂഹം രൂപപ്പെടുമ്പോൾ അവർക്കിടാവുന്ന ഏറ്റവും നല്ല ശീർഷകം, ഏറ്റവും നല്ല ടൈറ്റിൽ ഈ പെൻറ്റൻ ഈ മനുഷ്യൻ കരുതുകയാണ്. അസീസിയിലെ അനുതാപികൾ എന്നാണ് അവർ വിളിക്കപ്പെട്ടത്. അവരെന്ത് അനുതാപത്തിലാണ് ഏർപ്പെട്ടത്? അവർ കൂടുതലായി ലോകത്തെ സ്നേഹിച്ചു, കൂടുതലായി മനുഷ്യരെ സ്നേഹിച്ചു, കൂടുതലായി തെരുവുകളെ സ്നേഹിച്ചു, കൂടുതലായി കുഞ്ഞുങ്ങളെയും യാചകരെയും സ്നേഹിച്ചു, കിളികളെയും പൂക്കളെയും സ്നേഹിച്ചു. എക്സസ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും വലിയ അനുതാപം. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ തല്ലിക്കഴിയുമ്പോൾ, ഞങ്ങളുടെയൊക്കെ കാലത്ത് മിക്കവാറും വീടുകളിൽ ചെയ്യേണ്ടിരുന്നൊരു കാര്യമുണ്ട്. കുറച്ചൊന്ന് കോപം മാറി കഴിയുമ്പോൾ ഈ പേരൻസ്, വിശേഷം അപ്പന്മാർ ഇങ്ങനെ സ്വയം അടിച്ചു നോക്കും. ഈ സ്വയം അടിച്ചു നോക്കുക എന്ന് പറയുന്നത് അതേ പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ അതൊരു അനുതാപമൊക്കെ ആയിട്ട് അവർക്കും നമുക്കൊക്കെ അനുഭവപ്പെടും. പക്ഷേ യേശു അഭിലഷിക്കുന്ന അനുതാപം എന്തായിരിക്കും? ഈ അടികൊണ്ട് തണുത്ത പാടുകളുമായിട്ട് ഒരു കുഞ്ഞ് ചുണ്ടൂടി കിടക്കുമ്പോൾ അവൻ്റെ കിടക്കയുടെ അരികിൽ ചെന്ന് മുട്ടുകുത്തി അവൻ്റെ അടികൊണ്ട് തിണർത്ത ആ നീലിച്ച പാടുകളിൽ ഉമ്മം കൊടുക്കുന്നതാണ് ശരിയായ അനുതാപം. അതുകൊണ്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നത്, ഇവൾ കൂടുതലായി സ്നേഹിച്ചത് കൊണ്ട് ഇവളുടെ കൂടുതലായ പാപം പൊറുക്കപ്പെട്ടു. മുമ്പ് ഒരു വരി കിടപ്പുണ്ട്, ഷീ ഹാസ് നോട്ട് സീസ് ഫ്രം കിസ്സിങ്. അവൾ ചുംബനത്തിൽ നിന്ന് മാറുന്നേയില്ല, വിരമിക്കുന്നേയില്ല. അപ്പോൾ ചുംബനമാണ് അനുതാപം. ഇത്രയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ പക്ഷം കുഞ്ഞുമക്കളെ പഠിപ്പിക്കേണ്ട ബാധ്യത ദേശത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ ഗൃഹത്തിൻ്റെയോ ഒക്കെ അപ്പുറവുമിലിരിക്കുന്ന എല്ലാ മുതിർന്നവർക്കുമുണ്ട്. ഒറ്റ കൽപ്പന, ഒറ്റ പാപം, ഒറ്റ അനുതാപം. പിന്നെ കുറേ പ്രായോഗിക പാഠങ്ങളോട് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ മേൽക്കച്ച മാറ്റി അരക്കച്ച കെട്ടി ഓരോരുത്തരുടെയും കാൽപാദങ്ങളെ ഇങ്ങനെ കഴുകി പോവുകയാണ്. എന്തിനാണ് സ്വർഗം നമ്മുടെ വിണ്ടുകീറിയ കാൽപാദങ്ങളെ തൊടുന്നത്? പക്ഷേ ഈ അപ്പർ റൂമിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ ലോകത്തിന് വേണ്ടി കുനിയാൻ തയ്യാറാവുകയാണ്. ഈ പറഞ്ഞ അപ്പർ റൂമിൻ്റെ അഭാവത്തിലാണ് വീടിനകത്തൊക്കെ ഇത്രയും തർക്കങ്ങൾ. എന്തെങ്കിലുമൊക്കെ ജ്ഞാനത്തിൻ്റെ പൊൻതരി വീണ ഗൃഹത്തിനകത്ത് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള നിശബ്ദത ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുക. ഈ വീടുകൾക്കൊക്കെ ആത്മാവുണ്ട്. ഓരോ വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. അപ്പോൾ ആ വീടിൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന വിധത്തിൽ ഒരു നിശബ്ദത, ഒരു ഭംഗിയൊക്കെ ഉണ്ടാവണമെങ്കിൽ മനുഷ്യർ ഇത്രയും തർക്കിക്കാനൊന്നും പാടില്ല.
എല്ലാ തർക്കങ്ങളും ആ പഴയ ആ വേദപുസ്തക തർക്കം തന്നെയാണ്. തങ്ങളിൽ ആരാണ് വലിയവർ. നമ്മളതിനെ അങ്ങനെയൊന്നും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ആത്യന്തികമായിട്ട് എല്ലാ തർക്കങ്ങളിലെയും ഒടുവിൽ കിടക്കുന്നത് ആരാരെക്കാൾ മെച്ചപ്പെട്ടതെന്നാണ്. ആരാരെക്കാൾ മെച്ചപ്പെട്ടെന്ന് തർക്കം നിലനിൽക്കുന്ന ഒരു സന്ധിയിലാണ് അയാളിങ്ങനെ മേൽക്കച്ച മാറ്റി എന്നിട്ട് സോളമിറ്റിലാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു ഹൃദയത്തിൽ പതിയാനായിട്ട് സുവിശേഷകൻ ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ പാദം കഴുകിയെന്ന് പറയാവുന്ന ഒറ്റവരിയിൽ തീർക്കാവുന്ന ഒരു കാര്യത്തെ അയാൾ പരമാവധി ഭംഗിയാക്കിയാണ്, പരമാവധി അലങ്കരിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, കുനിയാനായിട്ട് മനുഷ്യർ തയ്യാറാവുകയാണെങ്കിൽ ജീവിതം വിഭിന്നമാവും. നിങ്ങൾക്ക് പരിചയമുള്ള ജീവിതമേ അല്ല. ഞാൻ വിചാരിക്കുന്നു അധ്യാപകരുമൊക്കെ കുറച്ചുകൂടി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കുനിയേണ്ട കാലം. പണ്ട് ഒരു തരം മിലിറ്ററി, ഒരു കന്റോൺമെന്റ് ഒരു സാഹചര്യം കണക്കുള്ളൊരു സാഹചര്യങ്ങൾ ഈ വിദ്യാലയങ്ങളുണ്ടായിരുന്നു. വിശേഷിച്ചും ഈ ക്രിസ്ത്യൻ സ്കൂളുകളെ കുറിച്ചൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു അഭിനന്ദനം അവിടെ ഇങ്ങനെ നല്ല ഡിസിപ്ലിൻ ഉണ്ടെന്നാണ് പറയുക. പക്ഷെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ലോങ് വേയിൽ ഒരു എൻഡ് ഓഫ് ദി ഡേ എന്തുമാത്രം കൺസ്ട്രക്റ്റീവ് ആണെന്നുള്ളതൊക്കെ ഒരു വീണ്ടും വിചാരത്തിന് വിധേയമാക്കേണ്ട സംഭവമാണ്. ഇപ്പോൾ പൗലോ ഫ്രേറിൻ്റെയൊക്കെ ഒരു പുസ്തകത്തിലൊക്കെ പറയുന്നത് കണക്ക് ഇങ്ങനെ ദരിദ്രരായ മനുഷ്യർക്ക് പലതിനെയും ലംഘിക്കേണ്ടതായിട്ടും പലതിനകത്ത് സംസാരിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നു, പലതിനകത്ത് ഇടപെടേണ്ടതായിട്ട് വരുന്നു. കുഞ്ഞുങ്ങൾ ഒരു എല്ലാ തരത്തിലും ഒരു ദരിദ്രം എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിപ്പെട്ട അവരുടെ സ്കൂൾ ഫീസിൻ്റെ പ്രശ്നം, അവർ വരുന്ന വാഹനത്തിൻ്റെ പ്രശ്നമല്ല ഈ പറയുന്നത്. അവർ മുതിർന്നവരെക്കാൾ ചുരുങ്ങി നോക്കുമ്പോൾ അവരിങ്ങനെ ചെറിയ മനുഷ്യരാണ്. ആ ചെറിയ മനുഷ്യരുടെ മീതെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു ഘടകം നിങ്ങൾ കഠിനമായിട്ട് ചിട്ടയായിട്ടൊക്കെ നിലനിർത്താനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും സംഭവിക്കുന്ന ശോഷണം എവിടെയൊക്കെ ആയിരിക്കും. കുറെ കൂടി ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കുനിയുന്ന അധ്യാപകർ, മുതിർന്നവർ, മാതാപിതാക്കൾ, അതൊന്നും വെറുതെ ഒരു ഭാവന മാത്രമല്ല. നമ്മുടെ കാലത്ത് ഏതൊക്കെ അളവിൽ സംഭവിക്കുന്നുണ്ട്. ഈ കുനിയുന്ന മനുഷ്യരാണ് ഈ വരുംകാലത്തിൻ്റെ ഏറ്റവും നല്ല ആനിമേറ്റേഴ്സ്, അധ്യാപകരെന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ആ വിചാരങ്ങളൊക്കെ ഒന്ന് പതുക്കെ സുവിശേഷത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരാം. സുവിശേഷത്തിൽ എങ്ങനെയാണ് ഈ അപ്പർ റൂം പ്രസക്തമാകുന്നത്? ഈ പറഞ്ഞ ആ കൽപ്പന കിട്ടിയ ഒന്ന്, പാദം കഴുകുന്നതിൻ്റെ രീതി പഠിപ്പിച്ച ഒന്ന്, ഇതേ അപ്പർ റൂം പിന്നീട് പല രീതിയിൽ മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് സുവിശേഷത്തിൽ ഇങ്ങനെ മറനീക്കി വരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായിട്ട് നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ കണക്ക് ഈ സഭയുടെ ആ ഒരു ഗർഭഗൃഹമായിട്ട് രൂപപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളുമൊക്കെ കീഴ്മേൽ മറിയുമ്പോൾ അവരഭയത്തിനായിട്ട് ഈ പറഞ്ഞ മനുഷ്യരെല്ലാം കൂടി, ചെറുപ്പക്കാരെല്ലാം കൂടി വന്നിരിക്കുന്നത് ഈ പറഞ്ഞ അപ്പർ റൂമിനകത്ത്. അങ്ങനെയും ഈ അപ്പർ റൂമിൻ്റെ സാധ്യതയുണ്ട്. മനുഷ്യർക്ക് അഭയം കിട്ടുന്ന ഇടം. അഭയം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഭയമില്ലാത്ത അവസ്ഥ. അത്രമേൽ ഭയമുള്ള മനുഷ്യർ ഈ മുറിയടച്ച് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ വെച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയൊക്കെ പിന്നീട് സംഭവിക്കുന്നുണ്ട്. 12 പേരിൽ ഒരാളിങ്ങനെ ഒറ്റുകൊടുത്തു. അയാളിപ്പോൾ ആ സമൂഹത്തിലൂടിയില്ല. അയാൾക്ക് അത്രമേൽ കഠിനമായ ചില ദുര്യോഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഈ 12ാമത്തെ ആൾക്ക് പകരമായിട്ട്, ജൂഡസിന് പകരമായിട്ട് ഇനി ആരായിരിക്കണമെന്ന് അവർ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്, മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത് ഈ അപ്പർ റൂമിൽ വെച്ചാണ്. ഇടതുകാലത്തായിട്ട് ഈ ചോസൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രമൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വേദപുസ്തക പരിസരത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വിശേഷണം ചോസൻ എന്നാണ്. യു ആർ ചോസൻ. ഓരോരോ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന, ഓരോരോ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സജ്ജരാക്കുന്ന, ഓരോരോ ജീവിത ലക്ഷ്യങ്ങൾ കാണിച്ചു തരുന്ന ഒരിടം. അങ്ങനെയും ക്ലാസ് മുറി നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചാന്നല്ല, ഈ അപ്പർ റൂമിനെ കാണാനായിട്ട് ശ്രമിച്ചാന്നല്ല. ഈ മുതിരുമ്പോൾ എന്തായിത്തീരും എന്നൊക്കെ ഉള്ളൊരു പഴയ ചോദ്യം ഇപ്പം നമ്മുടെ കുട്ടികളൊന്നും ഉത്തരം കൊടുക്കാറില്ല. കാരണം അവർക്കറിയാം എന്താഗ്രഹിച്ചാലും അത് ആവാത്ത വിധത്തിൽ, എളുപ്പമില്ലാത്ത വിധത്തിൽ ലോകം സങ്കീർണ്ണ. ചുരുക്കത്തിൽ എന്തെന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ചുരുക്കിയോ അതാകാത്തതിൻ്റെ പേരിൽ അവർ നാളെ തലവിന് ചിൽക്കേണ്ട ബാധ്യതയില്ലാതെ ഇങ്ങനെ ലോകത്തിന് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ലോകത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട, ചോസൺ ഫോർ ദ വേൾഡ്. യേശുവിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറയുന്ന കണക്ക് ലോകത്തിന്റെ പാപങ്ങളിലേക്കും ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ഹ്യൂമൻ കൈൻഡ്, ഈ മനുഷ്യരാശി എന്ന് പറയുന്ന
വലിയൊരു ബന്ധു വീടിന് വേണ്ടി എന്തർപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു അടിസ്ഥാന ദൈവവിളി രൂപപ്പെടുന്നതും ഈ അപ്പർ റൂമിനകത്തുനിന്നാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇതിൻ്റെ ഒരു ഭണ്ഡാരത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പൊന്നാണയം ഇട്ടേ പറ്റൂ. പിന്നെ ഇതേ അടച്ചിട്ട മുറിയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നു. അടുത്ത കാലത്തൊക്കെയാണ് ആ വരിയുടെയൊക്കെ ഒരു ആഴം എനിക്ക് മനസ്സിലാവുക. നമുക്ക് അത്രയും ഭയം വരുന്നത് കൊണ്ട്, അത്രയും ഇരുട്ട് ഉള്ളിലുള്ളത് കൊണ്ട് പുറത്തൊരാൾ വാതിൽ തട്ടിയാൽ ഇങ്ങനെ വാതിൽ തുറക്കാനായിട്ടുള്ള സമാധാനം പോലുമില്ല. അത്രയും അടഞ്ഞുപോയ നമ്മളാണ്. അപ്പം നമ്മൾ അടഞ്ഞുപോയെന്ന് കരുതുന്ന ഇടങ്ങളിലൊക്കെ ഈ അടച്ചിട്ട വാതിലൂടെ പ്രവേശിക്കുന്ന ഒരാൾ വരുന്നു. മറ്റയാൾ വന്നിട്ട് പറയുന്നു സമാധാനം. ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ആ ഒരു ആന്തരിക ഗൃഹവും നിങ്ങൾ അകത്തുനിന്ന് തഴുതിട്ടുണ്ടാവും. അത്തരം അശാന്തികളുടെ ഇടയിലേക്ക് വാതിൽ തുറക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ട് പറയുന്നു ഷാലോ, സമാധാനം. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. ഒടുവിലായിട്ട് ഇതേ ഗൃഹത്തിലേക്ക് പെന്തക്കോസ്ത സംഭവിക്കുകയാണ്. ഒരു കാറ്റ് വീശിയാൻ, ഒരു തിരുനാളം ആളിക്കത്തിയാൻ. റൂഹ എന്ന് പറഞ്ഞ വാക്കാണ്. റൂഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കാറ്റെന്നാണ്. പലതരത്തിൽ നിലച്ചുപോയ മനുഷ്യരാണിത്. അവരുടെ ചലനം ആരംഭിക്കാൻ പോവുകയാണ്. കാറ്റിൽപ്പെട്ട ഒരു പായ്മരത്തെ കണക്ക് ഇനി അവരെവിടേക്കൊക്കെയാണ് പോകുന്നത്, ഏതൊക്കെ ദേശങ്ങളിലൊക്കെ ആയിട്ടാണ് അവർ സ്നേഹസംഭാഷണം പറയാനായിട്ട് തങ്ങളെ തന്നെ അർപ്പിക്കാൻ പോകുന്നത്. യാത്ര എവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്? ചലനം ആരംഭിക്കുക. ഒരു തീനാളം ആളിക്കത്തുന്നതായിട്ടും നമ്മൾ വായിച്ചു കേൾക്കുന്നു. അപ്പോസ്തലന്മാരുടെ ശിരസിൽ നാളങ്ങൾ എഴുതി നിന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ നാളം അകത്തുള്ള ഒരു കനലാണ്. പല കാരണങ്ങൾ കൊണ്ട് അതിന് മീതെ ഇങ്ങനെ ചാരം വീണിട്ടുണ്ട്. കാറ്റ് ഇങ്ങനെ വീശിയടിക്കുമ്പോൾ ആ ചാരമൊക്കെ പറന്നിട്ട് അകത്തെ ഒരു തിരുനാളം തെളിയുന്നു. ചുരുക്കത്തിൽ ഈ കാറ്റ് വീശുമ്പോഴും തെളിയുന്നത് ഉള്ളിലെ നാളം തന്നെയാണ്. എല്ലാ തരത്തിലുമുള്ള മുതിർന്നവർ, എല്ലാ തരത്തിലുള്ള ചെറിയ മനുഷ്യരോട് പുലർത്തേണ്ട, കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ചെറിയ മനുഷ്യർ പുലർത്തേണ്ട വിനയവിതാണ്, നിങ്ങളായിട്ടല്ല മനുഷ്യ ആത്മാവിന് കാറ്റ് പിടിപ്പിക്കുന്നത്. മീതെ അടിക്കുന്നൊരു കാറ്റിൽ കാലാകാലങ്ങളായിട്ട് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു തിരുനാൾ ആളിക്കത്തുകയാണ്. അങ്ങനെ എല്ലാ മനുഷ്യരും പെന്തക്കോസ്തയിൽ എന്നതുപോലെ, തിരുനാളങ്ങൾ എന്നതുപോലെ തീനാളങ്ങളുള്ള മനുഷ്യരായിട്ട് മാറുന്നു. എല്ലായിടത്തും കുറെ കൂടി അപ്പുറവും ഉണ്ടാവും. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.